അഗ്നിസാക്ഷി ഭാഗം 21. കാശി അവളെ ഇറുകെ പുണർന്നു. എവിടെയാണ് നീ ഇത്രയും നേരം പോയത്? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ? ഈ നാട് മുഴുവനും നിന്നെ തേടി അലയുകയായിരുന്നു ഞാൻ. എന്തിനാ നീ ആരോട് പറയാതെ പോയത്? നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രണ്ട് തല്ലാമായിരുന്നില്ലേ? അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആകെ അമ്പരന്ന് പോയി. അവൻ അവളിൽ നിന്ന് അടർന്നു മാറി അവളുടെ കവിളിൽ കൈത്തറം ചേർത്തു. മോളെ, എന്നോട് ക്ഷമിക്കുന്നേ. അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് വീണയെ വിവാഹം കഴിക്കേണ്ടി വന്നത്. അതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. എന്നോടുള്ള വെറുപ്പിൽ നീ വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ ആ പ്രവൃത്തി നിൻ്റെ മനസ്സിൻ്റെ താളം തന്നെ തെറ്റിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതും പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ കാൽക്കൽ മുട്ടുകുത്തിയിരുന്നു. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. കാശി കരഞ്ഞുകൊണ്ട് അവളുടെ കാൽ മുറുകെ പിടിച്ചു. കണ്ണേണ്ട, എന്തേത്? എഴുന്നേക്ക്. അവൾ അവനൊപ്പം അവിടെ ഇരുന്നു. പാപി അടിഞ്ഞ മഹാപാപി, ഞാൻ കാരണമല്ലേ നിനക്ക് നിൻ്റെ അമ്മയെ നഷ്ടമായത്, നിൻ്റെ കുടുംബം നഷ്ടമായത്. നീ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ പിടിച്ചു. ഇല്ല കണ്ണേട്ട, അതൊക്കെ എൻ്റെ വിധിയായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഒരിക്കലും കണ്ണേട്ടനെ ഞാൻ വെറുത്തിട്ടില്ല. അന്നും ഇന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കണ്ണേട്ടനെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഈ ശ്രീ പാർവതിക്ക് സാധിക്കുമെന്ന് കണ്ണേട്ടന് തോന്നുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഭർത്താവിൻ്റെ സ്ഥാനത്ത് അന്നും ഇന്നും കണ്ണേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കാലമെങ്കിലും കണ്ണേട്ടൻ്റെ ഭാര്യയായി കണ്ണേട്ടൻ്റെ താളയും കഴുത്തിലിട്ട് സന്തോഷത്തോടെ കഴിയണമെന്ന് ഒരു മോഹം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അവൻ അവളെ നെഞ്ചോട് ചേർത്ത്. കുറച്ചു കാലമല്ല, മരണം വരെ ഇനി നീ എൻ്റെ കൂടെ ഉണ്ടാക്കും. ആർക്കും ഇനി നമ്മളെ പിരിക്കാൻ സാധിക്കില്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിദൂരതയിലേക്ക് നോക്കി നിസ്സംഗതയോടെ അവൾ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചിരുന്നു. വാതിൽക്കൽ നിന്ന് ഇതെല്ലാം കണ്ട് പിന്നീട് കണ്ണുകൾ നിറഞ്ഞു. അവൾ ആശ്വാസത്തോടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നടന്നു. അത്താഴം കഴിച്ച് പണിയൊക്കെ ഒതുക്കി വെള്ളം എടുത്ത് ശ്രീ പാർവതി മുറിയിലേക്ക് വന്നു. കട്ടിലിൽ ഫോണും നോക്കിയിരിക്കുകയായിരുന്നു കാശി. അവളെ കണ്ടതും ഫോൺ മാറ്റിവെച്ച് പുഞ്ചിരിച്ച് അവൾ വെള്ളം മേശമേൽ വെച്ച് കട്ടിലിൻ്റെ ഓർത്ത് ചെന്ന് കിടന്നു. കാശി പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു. പാറു. അവൻ പതിയെ ചെവിക്കരികിൽ മുഖം ചേർത്ത് പതിയെ പിടിച്ചു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. എന്തേത്? അവളുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ അവനൊന്ന് പകച്ചു. എന്ത്? അല്ല, നിങ്ങളുണ്ടാക്കിയ കരാർ പ്രകാരം നാൾക്കുള്ള ബൗണ്ടറി വിധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ലല്ലോ. എന്നിട്ട് അതിപ്പോൾ നിങ്ങൾ തന്നെ തെറ്റിക്കുകയാണോ? അവനൊന്ന് ചമ്മി. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, അവൻ ചമ്മലോട് പറഞ്ഞു. ഇപ്പം എന്താ ആ ദേഷ്യമൊക്കെ പോയോ? അവൾ അവനെ സൂക്ഷിച്ച് നോക്കി. അവൻ അവളെ നോക്കാൻ കഴിയാതെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു. അതുകൊണ്ട് അവൾ ചിരി അടക്കി. അത് പിന്നെ ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? അതെല്ലാം വിട്. അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതെന്താ? നിയമം നിയമം തന്നെയാണ്. അതുകൊണ്ട് ഈ നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവൻ കണ്ണു മേടിച്ചുകൊണ്ട് അവളെ നോക്കി. ശിക്ഷയോ? എന്ത് ശിക്ഷ? അവൾ ആലോചിച്ചു. ഒരു 100 നേത്തിട്. 100 നേത്തോ? അവൻ കണ്ണു മേടിച്ച് നിന്ന്. അതെ, ഇത് ചെയ്യണമെങ്കിൽ ഞാനെല്ലാം മറക്കാം. അവൾ കൈയും കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ പല്ലു കടിച്ച് അവളെ നോക്കി. പിന്നെ ചെവിയിൽ പിടിച്ച് ഏത്തമിടാൻ തുടങ്ങി. അതുകൊണ്ട് അവൻ ചിരി അടക്കി. 1, 2, 3, 101. അങ്ങനെ 101 അവൻ തളർച്ചയോടെ കട്ടിലിരുന്നു. ഓ അമ്മ! അവൻ കിതച്ചു. അവളൊരു ഗ്ലാസ് വെള്ളം അവൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് അവനത് വാങ്ങി കുടിച്ചു. പിന്നെ അത് തന്നത് ആരാണെന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പാർവതി അവനെ നോക്കി. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തല്ലോ, പോരെ? അത് ഒരു 2-3 ശയനപ്രദക്ഷിണം കൂടി. അത് കരുതാം. അവനൊന്ന് ഞെട്ടി. പിന്നെ ദേഷ്യത്തോടെ അവളെ നോക്കി. ശയനപ്രദക്ഷിണോ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവൻ അവളുടെ നേരെ ചെന്നതും അവൾ ഓടി. നിൽക്കട്ടെ അവിടെ എന്ന് പറഞ്ഞ് അവൻ പിന്നാലെ ഓടി അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ ദേഹത്തോട് വലിച്ചിട്ടു. പിന്നെ അവളുടെ വയറിലൂടെ 2 കൈയും പിടിച്ചിട്ട് കൈയിട്ട് പിടിച്ച് അവൻ കട്ടിലിലേക്ക് വീണു. അവൾ ചുറ്റിപ്പിടിച്ച് കട്ടിലിലൂടെ 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു. കണ്ണേട്ടാ, എന്താ ഇത് കാണിക്കുന്നത്? വിട്. പോരാ,
നീയല്ലേ ശാനപ്രദക്ഷിണം വേണമെന്ന് പറഞ്ഞത്. ഇപ്പം 4 ആയുള്ളൂ, 101 തേക്കട്ടെ, അപ്പോൾ വിടാം. ഏയ് വേണ്ട, അത് വിട്. അവൾ അവൻ്റെ പിടിപിടിപ്പിച്ചുകൊണ്ട് മാറിക്കിടന്നു. അവൻ ഇടം കൈയിൽ തല വെച്ച് അവളെ നോക്കി. അവളും അവനെ നോക്കി പൊഞ്ചിരിച്ചു. എന്തെങ്ങനെ നോക്കുന്നു? അവൻ അവളോട് ചോദിച്ചു. ഒന്നുമില്ല, കണ്ണേട്ടനെ കാണാൻ എന്ത് ഭംഗിയാണ്. ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. ഓ, അതിപ്പോഴാണ് നിനക്ക് മനസ്സിലായത്? ഇപ്പോഴല്ലേ ഗ്രാമർ വെച്ചത്. പണ്ടൊക്കെ എന്തായിരുന്നു കോലം? മുരിങ്ങാക്കോലം തുണി തയ്ച്ചിട്ട പോലെ ഒരു പേക്കോലം, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അവൾ പറഞ്ഞു ചിരിച്ചു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്ത് പേക്കോലോ? എന്നെക്കാൾ ഗ്രാമർ ഉണ്ടായിരുന്ന ആരുണ്ടടി കോളേജിൽ? എത്ര പേരുണ്ടായിരുന്നു? അഖിൽ ചന്ദ്രൻ, രാഹുൽ, മഹേഷ്, ഇവരൊക്കെ കാണാൻ എന്നെ ഗ്ലാമറായിരുന്നു. എനിക്ക് പിന്നെ നിനക്ക് അവരെ ആരെങ്കിലും പ്രേമിച്ചാൽ മതിയായിരുന്നില്ലേ? എന്തിനാ എൻ്റെ വീട്ടിൽ വന്നത്? ദേഷ്യത്തോട് ചോദിച്ചുകൊണ്ട് അവൻ മലർന്നു കിടന്നു. അവൾ പതിയെ ചിരിഞ്ഞ് അവൻ അഭിമുഖമായി കിടന്നു. കാണാൻ കൊള്ളില്ലെങ്കിലും ഇതിനുള്ളൊരു മനസ്സുണ്ടായിരുന്നല്ലോ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു മനസ്സ്. അതാ എനിക്കിഷ്ടമായത്. അത് പറഞ്ഞതും അവൻ തലചരിച്ച് അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം കണ്ട് അവൻ്റെ മനസ്സ് തുടിച്ചു. അവനും അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. പതിയെ നെറ്റിയിലൂടെ വിരലൊടിച്ചു. മുഖത്തേക്ക് വീണ് കിടന്ന മുടിയിഴകൾ അവൻ മാടി ഒരുക്കി. അവൻ്റെ സ്പർശമേറ്റതും അവളുടെ ഉടലിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു. ഇരുവരുടെയും ശ്വാസഗതി ഏറി. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് കിട്ടി. പതിയെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചതും അവൾ കണ്ണുകൾ അടച്ചു. പിന്നെ പതിയെ അവളുടെ കണ്ണുകളിൽ, മൂക്കിൻ തുമ്പിൽ, പിന്നെ അവളുടെ ചുണ്ടുകളിൽ ലക്ഷ്യമാക്കി നീങ്ങിയതും അവൻ്റെ ഫോൺ അടിച്ചു. ഓ, ഏതവനാടാ ഈ നേരത്ത്? അവസരം നഷ്ടമായ ദേഷ്യത്തിൽ അവൻ ചീറി. അത് കണ്ട് പാറും ചിരിച്ചു. അവൻ ഫോണെടുത്ത് നോക്കി. ജിതൻ്റെ പേര് കണ്ടതും അവൻ്റെ കലിയടക്കി. ഓ, ഈ പാതിര നേരത്തെ ഇവനൊന്നും ഉറക്കമില്ലേ? അവൻ കോളെടുത്തു. എന്താടാ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? പാതിരത്തിൽ മനുഷ്യനെ മനക്കെടുത്താൻ, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. അത് കേട്ടതും ജിതനൊന്ന് അന്താളിച്ചു. എടാ, അത് ഞാൻ നാളെ കമ്മീഷൻ ഓഫീസിൽ പോകുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ. ഓ, നാളത്തെ കാര്യം നാളെ പറഞ്ഞാൽ പോരെ. അത് പറയും. നീ എൻ്റെ അടുത്ത് തന്നെ വിളിക്കണം നിനക്ക് എല്ലാം നശിപ്പിക്കാൻ. വെച്ചിട്ട് പോടാ. അത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ജിതനാകെ അന്തം വിട്ട് നിന്നും പോയി. ഇവനെന്ത് പറ്റി? അവൻ ആലോചിച്ചു. മറുതലയ്ക്കൽ അവൻ്റെ വർത്തമാനം കേട്ട് ശ്രീപാർവതി പൊട്ടിച്ചിരിച്ചു. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ. പാവൊന്നും അറിയാത്ത അങ്ങനെ ഈ രാത്രി ചീത്ത വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഈ നേരത്താണോ ഫോൺ ചെയ്യുന്നത്? ദുഷ്ട മനുഷ്യൻ്റെ മൂടും പോയി. അതും പറഞ്ഞ് അവൻ കട്ടിൽ കിടന്നു. അവൾ പതിയെ അവൻ്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ നെഞ്ചിൽ തല ചായച്ചു. പാട്ടേന്ന് മൂടൊക്കെ ഇനിയും വരില്ലേ, തൽക്കാലം നമുക്ക് ഉറങ്ങാം. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ഇടം കൈകൊണ്ട് അവളെ ചുറ്റി പിടിച്ചു. രണ്ടുപേരും കണ്ണുകൾ അടച്ചു. അടുത്തുള്ള ക്ഷേത്രത്തിൽ സപ്താഹമായതിനാൽ യശോദയും രോഹിണിയും അവിടേക്ക് പോയിരിക്കുകയായിരുന്നു. വീണ പാർവതിയുടെ മുറിയിലേക്ക് വന്നു. പാർവതി, ഇന്നലെ നീ ആരോടും പറയാതെ എവിടെ പോയതായിരുന്നു? എല്ലാവരും എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാമോ? പാർവതി ഒന്നും മിണ്ടാതെ നിന്നു. കാശിയിടം ശരിക്കും വല്ലാതെ പേടിച്ചു. നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴത്തെ ദേശത്തിന് അറിയാതെ തള്ളിപ്പോയതാ കാശിയേട്ടൻ. അല്ലാതെ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നീ എന്ന പ്രാണനാണ് കാശിയേട്ടന്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളാണ് കാശിയേട്ടൻ. ആ മനസ്സ് മുഴുവൻ നീയാണ്. ഇനി ഒരിക്കലും ആ മനസ്സ് നീ വേദനിപ്പിക്കരുത്. നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതും പറഞ്ഞ് വീണ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയത് പാർവതി വിളിച്ചു. ഒന്ന് നിന്നെ. വീണ നിന്ന് തിരിഞ്ഞവളെ നോക്കി. നീ കാശിനാഥൻ്റെ ആരാ? പെട്ടെന്ന് അവൾ പകച്ചു. കാശിനാഥൻ താലികെട്ടിയ പെണ്ണാണ്. പക്ഷെ നീ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നതിന് ഒരിക്കലും കഴിയില്ല. വീണ ആകെ പരിഭ്രമിച്ചു. സത്യം എനിക്കറിയണം. എന്താ നിങ്ങൾക്കെതിൽ സംഭവിച്ചത്? പറ. വീണ അവളെ ഉറ്റുനോക്കി. പിന്നെ ധൈര്യം സംഭരിച്ചു. പറയാം, എല്ലാം നീ അറിയുക തന്നെ വേണം പാർവതി. വീണ കുറച്ച് സ്വരത്തിൽ പറഞ്ഞു. തുടരും.